ആക്റ്റീവായിട്ടുള്ള ഒരു MLA കൊയിലാണ്ടിക്ക് കിട്ടിയതിന്റെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ മന്ത്രിമാർ ഉൾപ്പെടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത്. ഞാൻ മന്ത്രിമാർ മാത്രമല്ല, ഒരു പ്രതിപക്ഷ MP ആയി ഞങ്ങളെപ്പോലും വെറുതെ വിടുന്നില്ല. ഡൽഹിയിൽ ഒരു ദിവസം രാത്രി 12:30 1 മണി 1:30 മണിക്ക് വന്നിട്ട് പറഞ്ഞു, രാവിലെ 7:30 മണിക്ക് നിങ്ങൾ എന്റെ കൂടെ വരണം. എന്നെ കൂട്ടി നേരെ KC വേണുഗോപാൽ MPയുടെ വീട്ടിൽ പോയി. അവിടെ ചെന്നിട്ട് അവിടുന്ന് കർണാടക മുഖ്യമന്ത്രിയെ വിളിപ്പിക്കുകയാണ്. ഇവിടുത്തെ കെൽട്രോൺ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കർണാടകയിലെ ഗവൺമെന്റിനെ കൊണ്ട് വാങ്ങിപ്പിക്കണം എന്ന് പറയാനാണ് നിങ്ങളുടെ MLA ആ പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോ നാടിനു വേണ്ടി ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന MLAയുടെ ആശയത്തെ കേൾക്കുമ്പോൾ തുറന്ന മനസ്സോടെ സ്വീകരിച്ചതിന് എല്ലാ സപ്പോർട്ടും പ്രഖ്യാപിക്കാൻ മിനിസ്റ്ററുടെ നേരിട്ട് വന്നു. അത് പ്രഖ്യാപിച്ചു. ഇത് നാടിന്റെ വളർച്ചയിൽ നിർണായകമായ ഒരു ഏടായി മാറട്ടെ, ഒരു ദിനമായി മാറട്ടെ. ഇനി കേരളം ഇന്ത്യയെ ലീഡ് ചെയ്യാൻ പോകുന്നത്, മിനിസ്റ്ററുമായ ഒരു ദിവസം ട്രെയിനിൽ സംസാരിച്ചപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, ഇനി കേരളം ഇന്ത്യയെ ലീഡ് ചെയ്യാൻ പോകുന്നത് AI ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഈ നാട്ടിൽ ആദ്യമായൊരു വകുപ്പും അതിനൊരു മന്ത്രിയും പ്രഖ്യാപിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യത്തിലും കേരളത്തിന്റെ മുമ്പേ വരുന്ന ബസ്സുകൾ നമുക്ക് നഷ്ടപ്പെടില്ല. ആദ്യത്തെ ബസ്സുകളിൽ തന്നെ കേരളം കയറിയിരിക്കും എന്നതാണ് നമ്മുടെ മിനിസ്റ്ററുടെ ഡിക്ലറേഷൻ. അതിന് ഈ ചടങ്ങും ഒരു കരുത്തായി മാറട്ടെ. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട്, ഇവിടുത്തെ ജനങ്ങൾ ഇതിന്റെ കസ്റ്റമേഴ്സാണ്. MP ഫണ്ടിൽ നിന്ന് ഒരുപാട് ഉപകരണങ്ങൾ ഈ കെൽട്രോണിന് ഞങ്ങൾ ഓർഡർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അങ്ങ് കാണിച്ച താല്പര്യത്തിനും സമയത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കൊയിലാണ്ടിയുടെ ഓണസമ്മാനം ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും, മിനിസ്റ്ററും MLAയും നമുക്കിതാ കൊയിലാണ്ടിക്ക് ഒരു കെൽട്രോണിന്റെ ഇലക്ട്രോണിക്സ് വില്ലേജ് സമ്മാനിച്ചിരിക്കുന്നു എന്നുള്ളത് പറയും. നിങ്ങൾക്ക് ഇവിടുത്തെ സ്റ്റാഫിന്, നിങ്ങളുടെ കെൽട്രോൺ ടീമിന് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ എല്ലാവർക്കും സ്നേഹാശംസകൾ. മിനിസ്റ്റർക്ക് നേരം വൈകുന്നത് ആരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ലഡു കഴിക്കാൻ തുടങ്ങി. എല്ലാവർക്കും മധുരം നിറഞ്ഞ ഒരു ഓണം നേരുന്നു.